മലയാളികളും ഇന്ത്യൻ പ്രേക്ഷകരും എല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമാണ് ഇന്നേ ദിവസം റിലീസായിരിക്കുന്നത്, കണ്ണപ്പ എന്ന ചിത്രം. തെലുങ്ക് ഓഡിയൻസ് വലിയ ആകാംക്ഷയോടെ തന്നെയാണ് ഈ ചിത്രം കാണാനിരിക്കുന്നത്. കാരണം ഈ ചിത്രത്തിന് ഒരു പാരമ്പര്യം തന്നെയുണ്ട്. ഇതേ കഥയുടെ ബേസിൽ അവരുടെ സൂപ്പർ താരങ്ങൾ അഭിനയിച്ച പഴയകാല ചിത്രങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ചിത്രം. എന്നാൽ പുതിയ മാറ്റങ്ങളോടുകൂടി ഇപ്പോൾ വിഷ്ണു മഞ്ജു വ്യത്യസ്തമായ രീതിയിൽ ഈ ചിത്രത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. വലിയൊരു സ്റ്റാർ കാസ്റ്റും ഈ ചിത്രത്തിന്റെ ഭാഗമായുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഷകളിലും ഈ ചിത്രം ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം അതുതന്നെയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ അഭിപ്രായങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യ അഭിപ്രായങ്ങളിൽ തന്നെ എടുത്തു പറയേണ്ടത് ഒന്ന്, ഈ ചിത്രത്തിന് മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായം തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് തന്നെ കാണാം. തെലുങ്കിൽ നിന്നും ഗംഭീര അഭിപ്രായങ്ങൾ ഈ ചിത്രത്തിന് ഒരു ഭാഗത്ത് നിന്നും ഉണ്ടാകുമ്പോൾ കേരളത്തിൽ അത്ര നല്ല അഭിപ്രായങ്ങളല്ല ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ ചിത്രത്തിൻ്റെതായി വന്നുകൊണ്ടേയിരിക്കുന്നു. മലയാളത്തിൽ ഒരേ ഒരു ഫാക്ടറേ ഉള്ളൂ, മോഹൻലാൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രത്തിന് പ്രേക്ഷകർ കാണാൻ കയറുന്നതും. അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ കാണാൻ കയറേണ്ട ഒരു ഘടകവുമില്ല. പിന്നെ പ്രഭാസ് ഉള്ളത് മാത്രമാണ് ഒരു ഘടകമായി പറയേണ്ടതും. മോഹൻലാൽ അഭിനയിക്കുന്ന തെലുങ്ക് ചിത്രം ഇതായിരുന്നു. കണ്ണപ്പ എന്ന ചിത്രത്തിലേക്ക് മലയാളികളെ അടുപ്പിച്ച പ്രധാന ഘടകം. പിന്നാലെ വന്ന അപ്ഡേറ്റുകളെല്ലാം മലയാളികൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. വിഷ്ണു മഞ്ജു നായകനായി എത്തുന്ന ചിത്രം ശിവഭക്തന്റെ കഥയാണ് പറയുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കും ഹൈപ്പുകൾക്കും ഒടുവിൽ കണ്ണപ്പ ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പടത്തിന്റെ ആദ്യ റിവ്യൂകൾ പുറത്തു വന്നിട്ടുണ്ട്. ആക്ഷൻ ത്രില്ലറോടുകൂടിയ ഒരു ആത്മീയ യാത്രയാണ് കണ്ണപ്പ എന്നാണ് എക്സ് പ്ലാറ്റ്ഫോം റിവ്യൂവേഴ്സ് പറയുന്നത്. വൈകാരികവും ശക്തവുമായ കഥയാണ് സിനിമയെന്നും ശക്തമായ ക്ലൈമാക്സ് ആണ് കണ്ണപ്പയുടെ ഹൈലൈറ്റ് എന്നും ഇവർ പറയുന്നുണ്ട്. വിഷ്ണു മഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണെന്ന് പറയുന്നതിനൊപ്പം പ്രഭാസ്, അക്ഷയ് കുമാർ, മോഹൻലാൽ എന്നിവരുടെ പ്രകടനം പ്രേക്ഷക മനസ്സിനെ നിറവുള്ളതാക്കിയെന്നും പറയുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിനേക്കാൾ സെക്കൻഡ് ഹാഫാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നതെന്നും പ്രേക്ഷകർ പറഞ്ഞു. പ്രഭാസിനാണ് പ്രശംസ ഏറെയും. പ്രഭാസ് സിനിമയ്ക്ക് വലിയ മുതൽക്കൂട്ടായെന്നാണ് ഇവർ പറയുന്നത്. തെലുങ്ക് ഓഡിയൻസ് ഏറ്റവും കൂടുതൽ പ്രശംസിക്കുന്നതും പ്രഭാസിനെ തന്നെയാണ്. പ്രഭാസിന്റെ ലുക്കും പ്രസൻസും ഒക്കെ വലിയ രീതിയിൽ കൈഡിയിട്ടുന്നു. അതിനൊപ്പം തന്നെ മോഹൻലാലിനെയും പ്രശംസിക്കുന്നുണ്ട് എന്നതും അത്ഭുതകരമാണ്. ക്യാമിയോയിൽ വന്ന മോഹൻലാലിനെയും പ്രഭാസിനെയുമാണ് ഏറ്റവും കൂടുതൽ പ്രശംസിക്കുന്നത്. അതിനൊപ്പം തന്നെ പിന്നീടാണ് അക്ഷയ് കുമാറിന്റെ പേരുകളൊക്കെ എടുത്തു പറയുന്നതും. പ്രഭാസിന്റെയും മോഹൻലാലിന്റെയും അതിഥിവേഷങ്ങൾ അതിശയിപ്പിച്ചു കളഞ്ഞു. പ്രത്യേകിച്ച് അവസാന 30 മിനിറ്റാണ് സിനിമയുടെ ഹൈലൈറ്റ്. ഈ അവസരത്തിലാണ് പ്രഭാസ് വരുന്നത്. നടന്റെ വരവോടെ സിനിമ വേറെ ലെവലിൽ എത്തി. പടത്തിന്റെ റേഞ്ച് തന്നെ മാറ്റിക്കളഞ്ഞു. പരമശിവനായി എത്തിയ അക്ഷയ് കുമാറും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാണ് ഒരാൾ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരിക്കുന്നത്. കണ്ണപ്പയുടെ ആദ്യ റിവ്യൂകൾ മാത്രമാണ് നിലവിൽ വന്നിരിക്കുന്നത്. നിലവിൽ വിവിധ ഇടങ്ങളിൽ ഷോകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിലെ ഷോയുടെ റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിലെ മാസ് പ്രേക്ഷകരുടെ പ്രതികരണം നമ്മുടെ മുന്നിലേക്ക് എത്തും. അത് എത്തിക്കൊണ്ടിരിക്കുന്നതിൽ മിക്സഡ് റിവ്യൂ എന്ന് തന്നെ പറയാനേ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ദിവസം പ്രീമിയർ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ വന്ന അതേ റിവ്യൂ തന്നെയാണ് ഇപ്പോൾ പല പ്രേക്ഷകരും തെലുങ്കിൽ നിന്നും പറയുന്നത്. കാരണം ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗും സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോഴാണ് ഒരു ആശ്വാസം നൽകുന്നതെന്നും ക്ലൈമാക്സ് ആണ് ശരിക്കും ഞെട്ടിപ്പിച്ചതെന്നും പറയുന്നു. അതിൽ തന്നെ മോഹൻലാലും പ്രഭാസും ഒക്കെ ഗംഭീര പ്രകടനമാണ് തന്നത് എന്ന് പറയുന്ന പ്രേക്ഷകരാണ് എത്തിയിരിക്കുന്നത്. ചിത്രത്തെ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നതും പ്രഭാസിന്റെയും മോഹൻലാലിന്റെയും അക്ഷയ് കുമാറിന്റെയും പ്രകടനം തന്നെയാണ്. BGM-ഉം വിഷ്വൽസും ഗംഭീരമായിട്ടുണ്ടെന്നും ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്ലോ ആയിരുന്നു, സെക്കൻഡ് ഹാഫ് ആണ് ശരിക്കും ചിത്രത്തെ വേറെ ലെവലിലേക്ക് എത്തിച്ചതെന്നും അവർ പറയുന്നുണ്ട്. വിഷ്ണു മഞ്ജുവിന്റെ പ്രകടനം ഏറ്റവും ഗംഭീരമാണെന്നും ക്ലൈമാക്സ് പോർഷനാണ് അദ്ദേഹം തകർത്തിരിക്കുന്നതെന്നും തെലുങ്ക് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എത്തുമ്പോൾ മലയാളത്തിൽ എത്തുമ്പോഴത്തേക്കും മറ്റൊരു രീതിയിലേക്ക് സംഭവിച്ചു. കാരണം അവർ ഈ ചിത്രം ഡിസപ്പോയിന്റഡ് ആക്കിയിട്ടില്ല. എന്താണ് ഈ ചിത്രം തരാൻ പോകുന്നതെന്ന് അവർക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെയാണ് ഈ ചിത്രത്തെ അവർ സമീപിച്ചത്. വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നത് അവർ ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ടാണ് എത്തിയത്. പടം ക്രിഞ്ചാണെന്നാണ് അവരുടെ അഭിപ്രായം. കാരണം ഒരു ഭക്തിപ്പടം എന്നതിലുപരി ഇന്നത്തെ പ്രേക്ഷകരെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യമായി കാണേണ്ടതും. ലാസ്റ്റ് 15 മിനിറ്റാണ് ഈ ചിത്രത്തിന്റെ സോളെന്നും അതാണ് ഈ ചിത്രത്തെ രക്ഷിച്ചതെന്നും അവർ പറയുന്നുണ്ട്. വിഷ്ണു മഞ്ജു ക്ലൈമാക്സിൽ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. സോങ്ങും BGM-ഉം ഒക്കെ ക്ലൈമാക്സിന് ഗംഭീര എലവേഷൻ നൽകിയിട്ടുണ്ട്. മോഹൻലാൽ, പ്രഭാസ് ക്യാമിയോ വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോയി. പക്ഷേ ചിത്രത്തെ മാറ്റിമറിക്കേണ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അവരുടെ പ്രസൻസ് തിയേറ്ററിൽ പ്രേക്ഷകർക്ക് വലിയ ആവേശം നൽകിയെന്നും പറയുന്നുണ്ട്. ബാക്കിയുള്ള കാസ്റ്റിന്റെ പെർഫോമൻസും ഡബ്ബിങ്ങും ലൊക്കേഷൻ ആക്ഷനും ഒക്കെ അൾട്രാ ക്രഞ്ച് ആയിരുന്നു എന്നാണ് ഇവിടുത്തെ അഭിപ്രായങ്ങൾ. എന്നാൽ ഈ അവസരം മുതലാക്കുന്ന കുറെ മറ്റു ഫാൻസുകാർ എത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ. ഏറ്റവും കൂടുതൽ കീറി മുറിക്കാൻ പറ്റിയ അവസരം അവർ പാഴാക്കുന്നില്ല. അത് സോഷ്യൽ മീഡിയയിൽ കാണാവുന്നതാണ് മോഹൻലാലിനെതിരെ. ഈ അവസരത്തിലല്ല അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. കാരണം ബോളിവുഡ് ഇൻഡസ്ട്രിയിലും ഇന്ത്യൻ ഇൻഡസ്ട്രിയിലും ഏറ്റവും കൂടുതൽ ഗംഭീര കളക്ഷനും ഹിറ്റും നൽകി ഈ വർഷം ഞെട്ടിച്ചിരിക്കുന്നതും മോഹൻലാൽ തന്നെയാണ്. അപ്പോഴാണ് മോഹൻലാലിന്റെ കണ്ണപ്പ വരുന്നത്. മോഹൻലാൽ ആരാധകർക്ക് പോലും അത്ര വലിയ പ്രതീക്ഷകളോ ഒന്നുമില്ലാത്ത ഒരു ചിത്രമാണ് എന്നതുകൂടി ഓർക്കണം. അങ്ങനെയാണ് കണ്ണപ്പ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മൈൻഡിലാണ് അവർ ചിത്രത്തെ സമീപിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ വരുന്ന റിവ്യൂസ് മിക്സഡ് ആണ്. തെലുങ്കിൽ നിന്നും നല്ല റിവ്യൂസും വരുന്നതുമുണ്ട്.